നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. മെറ്റൽസിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, മെറ്റൽസിന് മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, സൊണോരിറ്റി ഉണ്ട് അല്ലേ. ലോഹങ്ങളെല്ലാം താപചാലകങ്ങളാണ്, വൈദ്യുത ചാലകങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട്? ലോഹങ്ങൾക്കുണ്ട്, മെറ്റൽസിനുണ്ട്. ഓക്കെ, ഈ ലോഹങ്ങളുടെ ഇത്തരം സവിശേഷതകൾ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇത്തരം ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന അലൂമിനിയം ഫോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കാൻ അവിടെ ലോഹത്തിൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തെ അടിച്ചു പരത്തിയിട്ട് ഒരു ഷീറ്റാക്കി മാറ്റിയതാണല്ലേ. ഏതാണ് സവിശേഷത? അത് മാലിബിലിറ്റിയാണ്. ഏതാണത്? മാലിബിലിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ കൃഷി ആയുധങ്ങളൊക്കെ നിർമ്മിക്കാനൊക്കെ ഇരുമ്പാണ് സാധാരണ ഉപയോഗിക്കുക അല്ലേ. നമ്മൾ പിക്കാസ് ആണെങ്കിലും മഴു ആണെങ്കിലും കത്തി ആണെങ്കിലും ഏതാണ്? ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളാണ് ഉപയോഗിക്കുക. അവിടെ ഇരുമ്പിന് എന്ത് പ്രത്യേകതയാണ്? ഇരുമ്പിന് നല്ല കാഠിന്യമുണ്ട്, നല്ല ഉറപ്പുണ്ട് അല്ലേ, നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ എത്ര പരുഷമായി, എത്ര പരുക്കനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് ലോഹങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണ്? ദ്രവണാങ്കവും തിളനിലയും. എന്താണ് ദ്രവണാങ്കം, എന്താണ് തിളനില? ഈയിടെ ഇപ്പോൾ ടേബിളിൽ ഒരുപാട് ലോഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മെറ്റൽസ് ഇവിടെ കൊടുത്തതായി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇരുമ്പ്, വെള്ളി, സ്വർണം, ടങ്സ്റ്റൺ, ടൈറ്റാനിയം, കോപ്പർ, ക്രോമിയം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠത്തിൻ്റെ പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 157 കേട്ടോ. 157. അപ്പോൾ ഒരുപാട് മെറ്റൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അയണ്, ഒന്നാമത്തെ ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ദ്രവണാങ്കം കൊടുത്തിട്ടുണ്ട്, തിളനില കൊടുത്തിട്ടുണ്ട്, സാന്ദ്രത എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ? ആദ്യം ദ്രവണാങ്കം എന്താണെന്ന് നോക്കാം. ദ്രവണാങ്കത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഒരു ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണത് ദ്രവണാങ്കം. ഒരു ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണ് ദ്രവണാങ്കം. ദ്രാവകം അല്ലേ. അങ്കം എന്ന് പറഞ്ഞാൽ സംഖ്യ. ഓക്കെ, അതായത് ഒരു സോളിഡ് എന്താണ്? ലിക്വിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചർ, അതിനെ വിളിക്കുന്ന പേരാണിത് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ സാധാരണ ഡിഗ്രി സെൽഷ്യസിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഐസ് വെള്ളമാവുന്നത് എന്താണ്? ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ തിളനില എന്ന് കൊടുത്ത് കാണാം. തിളനിലയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. BP, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം തിളയ്ക്കുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണിത് തിളനില. ഒരു പദാർത്ഥം തിളയ്ക്കുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണ് തിളനില. തിളയ്ക്കുന്ന താപനില, ബോയിലിംഗ് പോയിന്റ്. തിളനിലയുടെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാറില്ലേ, വെള്ളം തിളയ്ക്കുന്നില്ലേ. നമ്മളിപ്പോൾ ചായ വെക്കുകയാണ്, ഗ്യാസിൽ ചായ വെക്കുകയാണ്. ആ വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ പൊടി ഇടുന്നത് അല്ലേ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന താപനില എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ജലം തിളയ്ക്കുന്ന എത്ര ഡിഗ്രിയിലാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 100 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ എഴുതാം. 100 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ജലത്തിൻ്റെ തിളനില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഓരോ പദാർത്ഥങ്ങൾക്കും അതിൻ്റേതായ തിളനിലയുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ലോഹങ്ങളാണ് കൊടുത്തിട്ടുണ്ട്, അവയുടെ ദ്രവണാങ്കം കൊടുത്തിട്ടുണ്ട്, അവയുടെ തിളനില കൊടുത്തിട്ടുണ്ട്, അവയുടെ സാന്ദ്രത കൊടുത്തിട്ടുണ്ട്. എന്താണ് സാന്ദ്രത? ഒരു പദാർത്ഥത്തിന് മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണത് അതിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാസ് ബൈ വോളിയം. അപ്പോൾ ഇരുമ്പ്, വെള്ളി, സ്വർണം, ടങ്സ്റ്റൺ, ടൈറ്റാനിയം, കോപ്പർ, ക്രോമിയം. നോക്കുക, ഇതിൽ ആദ്യം നമ്മൾ ദ്രവണാങ്കം നോക്കാം. ഈ ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം കാണിക്കുന്ന ലോഹം ഏതാണെന്ന് നോക്കൂ. ഇരുമ്പുണ്ട്, വെള്ളിയുണ്ട്, സ്വർണ്ണമുണ്ട്, ടങ്സ്റ്റൺ, ടൈറ്റാനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, ക്രോമിയം ഉണ്ട്. ഏത് ലോഹത്തിനാണ് ഇവിടെ ഉയർന്ന ദ്രവണാങ്കം ഉള്ളത്? ഏത് ലോഹത്തിനാണ്? ഏതാണ്? യെസ്, ടങ്സ്റ്റൺ. എന്താണ്? ടങ്സ്റ്റൺ. ഇവിടെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തിനാണ് ഇവിടെ ഉയർന്ന ദ്രവണാങ്കം ഉള്ളത്. ടങ്സ്റ്റൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ ബൾബുകളിലെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണിത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ. ഇവിടെ കാണുന്നുണ്ടോ ഒരു ബൾബ്? സാധാരണ ബൾബിൻ്റെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. ബൾബ് ഈ രണ്ട് ചെറിയ കമ്പി കണ്ടല്ലോ, ഇതാണ് ഫിലമെൻറ്റ്. ഓക്കെ, ഈ 2 കമ്പിയാണിത് ഫിലമെൻ്റ് എന്ന് പറയുന്ന ഭാഗം. ഇത് കോപ്പറാണ്. ഈ വയറെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചെമ്പ് കമ്പിയാണെന്ന് മനസ്സിലാക്കുക. ഇത് കോപ്പറാണ്.
ഈ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ചെറിയ വയർ കോപ്പർ. ഈ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഈ രണ്ട് സ്ലോപ്പിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഈ രണ്ട് കമ്പിയാണിത് ടങ്സ്റ്റൺ. എന്താണ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ബൾബുകളുടെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. സാധാരണ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിക്കും അല്ലേ? ഈ ഒരു സാധാരണ ബൾബ് പ്രകാശിക്കും. ഈ ബൾബ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഈ ടങ്സ്റ്റൺ കത്തി ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ബൾബല്ല, അവിടെ ഫിലമെൻറ്റ് കത്തി ജ്വലിക്കുമ്പോഴാണ് ഈ ഫിലമെൻ്റ് എന്ന് പറയുന്ന ഈ ലോഹം, ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം കത്തി ജ്വലിക്കുമ്പോഴാണ് നമുക്കവിടെ പ്രകാശം ഒരു മുറിയിലാണെങ്കിൽ ഹാളിലാണെങ്കിൽ എവിടെ ആയിക്കോട്ടെ അവിടെ പ്രകാശം നമുക്ക് ലഭ്യമാവുന്നത് ഈ ടങ്സ്റ്റൺ കത്തി ജ്വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഈ ടങ്സ്റ്റനെ ചൂടാക്കണം. അപ്പോൾ ഇത് കത്തി ജ്വലിക്കുമ്പോഴാണ് പ്രകാശം കിട്ടുക. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ബൾബ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏറെ നേരം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ ഫിലമെൻറ്റിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം എന്താ, എത്ര ചൂട് കിട്ടിയാലും എത്ര കത്തി ജ്വലിച്ചാലും എന്താണ് ഈ ടങ്സ്റ്റൺ ഒരു കൂസലും ഇല്ലാതെ അവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതായത് ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തിന് എന്ത് കൂടുതലാണ്? ദ്രവണാങ്കം കൂടുതലാണ്. ദ്രവണാങ്കം കൂടുതലാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ലോഹം ഉരുകി ഒലിച്ച് ദ്രാവകമായിട്ട് പോവില്ല, പെട്ടെന്ന് ഉരുകിപ്പോവില്ല. ഓക്കെ, എത്ര ചൂട് കിട്ടിയാലും മൂപ്പര അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തിന് എന്ത് കൂടുതലാണ്? ദ്രവണാങ്കം കൂടുതലാണ്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനില. അപ്പോൾ ഒരുപാട് ചൂട് കിട്ടിയാൽ മാത്രമേ ടങ്സ്റ്റൺ ഉരുകുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറെ നേരം ചൂടിനെ താങ്ങി നിർത്താനുള്ള ശേഷി ആർക്കുണ്ട്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹത്തിനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ കൊടുത്തത്? 3414 ഓക്കെ, ഇതിൽ ദ്രവണാങ്കം കുറവ് ആർക്കാണ്? വെള്ളിക്കാണ്, സിൽവറിനാണ് 961. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓരോ ലോഹങ്ങളുടെ ദ്രവണാങ്കം നോക്കാം. തിളനില നോക്കാം. തിളയ്ക്കുന്ന താപനിലയ്ക്ക് പറയുന്ന പേരാണ് തിളനില, ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഏത് ലോഹത്തിനാണ് തിളനില ഏറ്റവും കൂടുതലുള്ളത്? നോക്കൂ, ഏതിനാണ്? ടങ്സ്റ്റൺ ആണ്. എന്താണ്? ടങ്സ്റ്റൺ ആണ് തിളനില ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെയും എന്താണ്? ഈ തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളനില കാണിക്കുന്ന ആരാണ്? ടങ്സ്റ്റൺ ആണ്. 5555 ഡിഗ്രി സെൽഷ്യസിലാണ് ആര് തിളയ്ക്കുന്നത്? ടങ്സ്റ്റൺ തിളയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ടങ്സ്റ്റണ് എത്ര പെട്ടെന്ന് ചൂട് കിട്ടിയാൽ എന്താണ്? അതിലൊരു കുലുക്കുണ്ടാവില്ല, പെട്ടെന്ന് ഉരുകില്ല. പിന്നെ 5555 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ടങ്സ്റ്റണ് തിളച്ചിട്ട് നീരാവിയായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ദ്രവണാങ്കം, തിളനില, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ് എന്നീ രണ്ട് സവിശേഷതകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു മെറ്റലാണിത്, ലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഡക്റ്റിലിറ്റി. എന്താണ്? ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണിത് ടങ്സ്റ്റൺ. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കുന്ന പ്ലാറ്റിനമാണ്. അത് കഴിഞ്ഞാൽ ടങ്സ്റ്റൺ, അത് കഴിഞ്ഞാൽ കോപ്പർ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ദ്രവണാങ്കം, തിളനില ഇവയുടെയൊക്കെ എന്താണ് ഡെഫിനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദ്രവണാങ്കം, തിളനില. ഇനി നമുക്ക് ലോഹങ്ങളുടെ ഒരുപാട് സവിശേഷതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത അല്ലേ, എന്താ ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് എഴുതാം. എന്താ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാരിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, ഉയർന്ന ദ്രവണാങ്കം അല്ലേ. ഇനി ഇത് കൂടാതെ ഒരുപാട് വേറെ ഉണ്ട്, അതിവിടെ കൂട്ടിച്ചേർക്കുക എല്ലാവരും. എന്താണ്? ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ലോഹദ്യുതി എഴുതാം, മെറ്റാലിക് ലസ്റ്റർ അല്ലേ. എന്താണ് ലോഹങ്ങൾക്കുള്ള മറ്റൊരു സവിശേഷതയാണ് ലോഹദ്യുതി, മെറ്റാലിക് ലസ്റ്റർ എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഉയർന്ന ദ്രവണാങ്കം എന്ന് എഴുതാം, ഉയർന്ന തിളനില, അതൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. ഉയർന്ന കാഠിന്യമുണ്ട് അല്ലേ, ഹാർഡ്നെസ് ആണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ലിസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് താഴെ ഒരു ടേബിൾ കാണാം. ചില മെറ്റൽസിൻ്റെ ഈ ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ചില സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ പൂരിപ്പിക്കണം. അതായത് കുറച്ച് ലോഹങ്ങൾ അവ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ആ ലോഹത്തിൻ്റെ ഏത് സവിശേഷതയാണ്, ആ മെറ്റലിൻ്റെ ഏത് ഫീച്ചറാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്, ആ ഒരു ഫീച്ചറാണ് ഇവിടെ സവിശേഷതയാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നത്. ഇപ്പോൾ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ആഹാര വസ്തുക്കൾ പൊതിയുന്ന അലൂമിനിയം ഫോയിൽ നിർമ്മിക്കുന്നതിൽ. അവിടെ ലോഹത്തിൻ്റെ ഏത് സവിശേഷതയാണ്? ലോഹത്തിനെ നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ അലൂമിനിയം ഫോയിലിൻ്റെ കേസ് മാലിബിലിറ്റിയാണ് അവിടെ അല്ലേ. അതായത് നേർത്ത തകിടുകളാക്കാം, ഒരു ലോഹത്തിനെ നേർത്ത തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ പരത്തി ചപ്പാത്തി പോലെയാക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നത് ഒരു ലോഹത്തിൻ്റെ ഏത് സവിശേഷതയാണ്? വൈദ്യുത ചാലകത അല്ലേ. വൈദ്യുതി കടത്തിവിടുന്നു എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന് എഴുതിയാലും മതി അല്ലേ. വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിന് സാധാരണ അലൂമിനിയം എന്ന് പറയുന്ന ലോഹം ഒക്കെയാണ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതാം?
വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്ന വൈദ്യുത ചാലകങ്ങളാണ്. കോമട്ട് വേണമെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന സവിശേഷതയിൽ, ഇപ്പോൾ ചെമ്പ് കമ്പി കോപ്പർ വയറാണല്ലോ അപ്പോൾ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അവിടെ കോപ്പർ ഇങ്ങനെ റോള് പോലെ ഇങ്ങനെ ചെറിയ കമ്പിയായിട്ട് കാണുന്നത്, അവിടെ ഡക്റ്റിലിറ്റിൻ്റെ പിന്നെ എന്താണ് വൈദ്യുത ചാലകത എന്ന് എഴുതാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇനി പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഏത് സവിശേഷതയാണ്? അതായത് താപത്തെ കടത്തിവിടുന്നു. സവിശേഷത എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ താപത്തെ കടത്തിവിടുന്നു. ഇറ്റ് കണ്ടക്ട്സ് എന്താണ് ഹീറ്റ് അല്ലേ, എന്താണ് ഇവിടെ എഴുതാം തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത, അങ്ങനെ എഴുതാം. അതുപോലെ കൃഷിയായുധങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ മാലിബിലിറ്റി എഴുതാം. അതായത് ഇരുമ്പിനെ ഏത് ഷേപ്പിൽ നമുക്ക് എന്താണ് മാറ്റിയെടുത്തൂടെ, മാലിയബിലിറ്റി എഴുതാം. അതുപോലെ തന്നെ കാഠിന്യമുണ്ട്, ലോഹങ്ങൾക്ക് എന്തുണ്ട് കാഠിന്യമുണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, മാലിയബിലിറ്റി എഴുതാം. അതായത് അടിച്ചു പരത്തി ഏത് ഷേപ്പിൽ നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, ഇപ്പം മഴ പോലെയാണോ കൈക്കോട്ട്, അല്ല അത് കത്തി അതുപോലെയാണോ വാക്കത്തി, അങ്ങനെ ഒരുപാട് പുല്ലുമാന്തി ഒരുപാട് കൃഷി ആയുധങ്ങളുണ്ട് അല്ലേ. അങ്ങനെ ഏത് ഷേപ്പിലും മാറ്റിയെടുക്കാം. പിന്നെന്താ കാഠിന്യം. ആരാധനാലയങ്ങളിലെ മണികൾ നിർമ്മിക്കുന്നതിന് ഏതാണ്, അവിടെ ഏത് സവിശേഷതയാണ്? സൊണോരിറ്റി. എന്താണ് സൊണോരിറ്റി? നല്ല ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അല്ലേ, ലോഹങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണിത് സൊണോരിറ്റി. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആർക്കുണ്ട്, ലോഹങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ലോഹങ്ങൾ ആ ലോഹങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഫീച്ചേഴ്സിനനുസരിച്ച് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ താഴെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് മെറ്റൽസിന് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ലോഹങ്ങളുടെ രാസഗുണങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം. രാസഗുണങ്ങൾ അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. രാസഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഓരോ മെറ്റലിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്, ഓരോ മെറ്റൽസ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, മെറ്റൽസ് എയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് എന്ത് സംഭവിക്കുക, മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റൽ കാണാൻ എങ്ങനെയാണ്, അത് സൗണ്ട് ഉണ്ടോ ശബ്ദമുണ്ടോ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ എന്താ റിയാക്ഷനിൽ എങ്ങനെയാണ് ആ മെറ്റൽസ് എങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണ് താഴെ കുറച്ച് പോയിൻറ്റ്സ് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. വീടിന് പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കുന്നു അല്ലേ. നമ്മൾ വീടിൻ്റെ പുറത്ത് ഇരുമ്പിൻ്റെ പൈപ്പും കഷ്ണം എന്തെങ്കിലും ഒരു കമ്പി കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് സംഭവിക്കും അല്ലേ. അവിടെ റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലേ, ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താ പറയുക, റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കുന്നു. ഇനി ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ശരിയാണല്ലേ, സ്വർണം, വെള്ളി, പ്ലാറ്റിനം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വർണം വെള്ളിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ, പ്ലാറ്റിനം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയത് നമ്മൾ സാധാരണ സ്വർണ്ണം വെള്ളിയൊക്കെയാണ് ഉപയോഗിക്കുക, പ്ലാറ്റിനം ഉപയോഗിക്കുന്നുണ്ട് ഓർണമെൻറ്റ്സ് നിർമ്മിക്കാൻ. പിന്നെ അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. മോര് കേടെന്താണ്, അലൂമിനിയം വെസൽസിൽ എന്ത് ചെയ്യാറില്ല, സൂക്ഷിക്കാറില്ല. ചെമ്പ് പാത്രങ്ങൾക്ക് ക്ലാവ് പിടിക്കുന്നു. ചെമ്പ് പാത്രങ്ങൾ കാലക്രമേണ അതിൻ്റെ ക്ലാവ് പിടിക്കുക, അത് കേട് വരും. അടിയിലൊരു ക്ലാവ് പച്ചപ്പ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, അതെന്താണ്, അത് കേട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസാണ്. ഇവയ്ക്ക് കാരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് വീടിൻ്റെ പുറത്ത് സൂക്ഷിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ കാലക്രമേണ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ നോക്കിയാൽ കാണാം, എവിടെയെങ്കിലുമൊക്കെ ഇരുമ്പ് തുരുമ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവം, എന്താ സംഭവം? അപ്പോൾ നമുക്കറിയാം ഇരുമ്പ് തുരുമ്പിക്കുന്നു പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ? ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ രാസമാറ്റമാണ് അല്ലേ. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, രാസമാറ്റമാണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് പുറത്ത് വെക്കുമ്പോഴാണ് തുരുമ്പിക്കുക. അതായത് ഈ പുറത്ത് നമ്മൾ വീടിൻ്റെ പുറത്ത് നമ്മൾ ഈ വെയിലും മഴ അല്ലേ കാറ്റ് ഇതൊക്കെ തട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇരുമ്പിൽ തുരുമ്പ് പറ്റിപ്പിടിക്കുന്നത്, റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കുന്നത്. അതായത് ഇരുമ്പെന്ന് പറഞ്ഞാൽ ലോഹമാണ്, മെറ്റലാണല്ലോ. അപ്പോൾ ഈ ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പിക്കുക വെച്ചാൽ ഈ കാലക്രമേണ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇരുമ്പ് നമ്മൾ അന്തരീക്ഷത്തിൽ എന്തുണ്ട്, വായുണ്ട്. വായുവിൽ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇരുമ്പ് വായുവുമായിട്ടും അതായത് അന്തരീക്ഷ വായുവിലെ അറ്റ്മോസ്ഫിയറിലെ ഘടകങ്ങളായിട്ടും അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ടും പിന്നെ ജലാംശവുമായിട്ടും, ഇപ്പോൾ നമ്മൾ പുറത്ത് ഭൂമിയിലെ മണ്ണിൽ എന്തിട്ട് ജലാംശം ഉണ്ടാവും, വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഇരുമ്പ് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ടും അല്ലെങ്കിൽ ജലാംശവുമായിട്ടും രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് എന്തായിട്ട് മാറുന്നത്, തുരുമ്പായിട്ട് മാറുന്നത്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രാസപ്രവർത്തനമാണ്.
അപ്പോൾ ഇരുമ്പ് ആരുമായിട്ട് പ്രവർത്തിക്കുന്നു? അന്തരീക്ഷവായുമായിട്ടും ജലാംശവുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മൂലമാണ്, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് മൂലമാണ് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ലോഹങ്ങൾക്ക് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ലോഹങ്ങൾക്ക് ഭൗതിക ഗുണങ്ങൾ മാത്രമല്ല രാസഗുണങ്ങളുണ്ട്, രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷികളൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിനെങ്ങനെ നമുക്കൊരു ഒരു വിശദീകരണം നൽകാം, എക്സ്പ്ലനേഷൻ നൽകാം. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ശരിയാണ്. എന്തുകൊണ്ടാണ്? അതായത് രാസപ്രവർത്തനങ്ങളിൽ തീരെ പങ്കെടുക്കാത്ത ലോഹങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. മനസ്സിലായല്ലോ? ഈ സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും രാസപ്രവർത്തന ശേഷി പൊതുവെ കുറവാണ്. ഇപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ പ്രത്യേകത, സ്വർണ്ണം ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കാനുള്ള ലോഹമാണ് സ്വർണം. ഈ സ്വർണം അന്തരീക്ഷവായുവിലെ ഘടകങ്ങളുമായിട്ടും വെള്ളവുമായിട്ടൊന്നും രാസപ്രവർത്തനം ഏർപ്പെടുന്നില്ല. ഇപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കാൻ അങ്ങനെ ഇരുമ്പ് പുറത്ത് വെച്ചാൽ അന്തരീക്ഷവായുവുമായിട്ടും ജലാംശവുമായി കൂടിച്ചേർന്നിട്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുക. സ്വർണം തുരുമ്പിക്കുകയോ ഇല്ല. സ്വർണത്തിന് രാസപ്രവർത്തന ശേഷി ഇരുമ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഓക്കെ, സ്വർണത്തിന് രാസപ്രവർത്തന ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് സ്വർണ്ണത്തിൽ വെള്ളമായാലും നമ്മളിപ്പോൾ കുളിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും സ്വർണ്ണം വെള്ളം ഊരി വയ്ക്കുന്നില്ലല്ലോ? ഇല്ല. കാരണം സ്വർണ്ണം ജലവുമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, ഈ അന്തരീക്ഷവായുവുമായിട്ടൊന്നും ആരും പ്രവർത്തിക്കുന്നില്ല. സ്വർണ്ണം, വെള്ളിയും, പ്ലാറ്റിനും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് രാസപ്രവർത്തന ശേഷി കുറഞ്ഞ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസാണിത് ഗോൾഡും സിൽവറും പ്ലാറ്റിനും. അതുകൊണ്ട് സാധാരണ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കാരണം പിന്നെ വേറൊന്നുണ്ട്, ഈ സ്വർണത്തിൻ്റെ വെള്ളിയുടെയും പ്ലാറ്റിനത്തിനും തിളക്കൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഈ തിളക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തിളക്കം, ഇതിന് നമ്മൾ ലോഹദ്യുതി എന്ന് വിളിക്കും, മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കും, അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാലാകാലം അതിൻ്റെ തിളക്കം നിൽക്കും. ഓക്കെ, മൊത്തത്തിൽ വെച്ചാൽ ഇത്തരം ലോഹങ്ങൾക്ക് രാസപ്രവർത്തന ശേഷി കുറവാണ്, രാസപ്രവർത്തനങ്ങൾ തീരെ പങ്കെടുക്കാത്ത മെറ്റൽസാണ്. അതുകൊണ്ട് ഇത്തരം മെറ്റൽസ് ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നു. അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അലൂമിനിയം എന്ന് പറയുന്നത് ലോഹമാണ്. മോരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോരിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്, ആസിഡ്. ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആസിഡ്. ഏതാണ് ആസിഡ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഈ അലൂമിനിയം എന്ന് പറയുന്ന ലോഹമാണ്, മോരിൽ ആസിഡ് ഉണ്ട്. അപ്പോൾ അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോഹവും മോരിലുള്ള ആസിഡും തമ്മിൽ എന്താവും? ഒരു രാസപ്രവർത്തനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ലോഹമാണ്, മെറ്റലാണ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡ് ഉണ്ട്. അപ്പോൾ ലോഹവും ആസിഡും തമ്മിൽ എന്തുണ്ടാവും? ഒരു രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത. അപ്പോൾ മോര് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല മോര് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല എന്ന് പറയുന്നു. അതായത് അലൂമിനിയം എന്ന് പറയുന്ന ലോഹം മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മോര് വേറെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നു. ചെമ്പ് പാത്രങ്ങൾക്ക് ക്ലാവ് പിടിക്കുന്നു എന്ന് കാരണം ചെമ്പ് പാത്രങ്ങൾ കാലങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഷൈനിങ് അത് കുറയുന്നു, അതിൻ്റെ ക്ലാവ് പിടിക്കുന്നു. ചെമ്പ് മറ്റേ രാസപ്രവർത്തനം, അതായത് കോപ്പർ രാസപ്രവർത്തനം, അന്തരീക്ഷവായു, ജലം എന്നിവയായിട്ടുള്ള രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ചെമ്പ് പാത്രങ്ങൾക്ക് പിടിക്കുന്നത്? ക്ലാവ് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾക്ക് ഭൗതിക ഗുണങ്ങൾ മാത്രമല്ല രാസഗുണങ്ങളുണ്ട്. ലോഹങ്ങൾക്ക് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ട്. പക്ഷേ ഓരോ ലോഹങ്ങളുടെയും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി, ഒരുപാട് മെറ്റൽസ് ഉണ്ട്. പക്ഷെ എല്ലാ ലോഹങ്ങളും ഒരേ രീതിയിലല്ല രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, ഒരേ സ്പീഡിലല്ല രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. രാസപ്രവർത്തനത്തിൽ തീരെ പങ്കെടുക്കാത്ത ലോഹങ്ങളുണ്ട്, സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഓക്കെ, ഇപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ച് ഇരുമ്പിൻ്റെ ഒരു മാല നമുക്ക് കഴുത്തിൽ അണിയാൻ പറ്റില്ല, നമ്മളത് തുരുമ്പിച്ച് പോകും അല്ലേ, പൊടിഞ്ഞു പോകും. കാരണം ഇരുമ്പ് അന്തരീക്ഷവായുമായിട്ട് പ്രവർത്തിക്കും. സ്വർണ്ണത്തിന് രാസപ്രവർത്തന ശേഷിയില്ല, സ്വർണ്ണത്തിന് തിളക്കമുണ്ട്. അതുകൊണ്ട് സ്വർണ്ണം, വെള്ളി തുടങ്ങിയ മെറ്റൽസാണ് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ ലോഹത്തിനും അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്.
അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെ കാരണം അലൂമിനിയം മോലുള്ള ആസിഡുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കേസ് അവിടെ ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾക്ക് രാസപ്രവർത്തന ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ലോഹങ്ങൾ വായുവുമായിട്ട് എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, ലോഹങ്ങൾ വായുവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, ലോഹങ്ങളും ജലവും തമ്മിലുള്ള വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ്, മെറ്റൽസും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.